കണ്ണൂരിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പേര് മാറ്റിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിക്കും. കെ സുധാകരൻ സൺ ഓഫ് രാമുണ്ണി വി എന്നാണ് പേര് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌളിനെ കെ സുധാകരൻ എതിർപ്പ് അറിയിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് UDF തർക്കം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുധാകരന്റെ അതേ പേരിൽ 2 അപരന്മാർ കൂടി മത്സര രംഗത്തുണ്ട്. ഇത് പരിഗണിച്ചാണ് കെ സുധാകരൻ സൺ ഓഫ് രാമനുണ്ണി വി എന്ന വോട്ടിംഗ് യന്ത്രത്തിൽ പേര് ചേർത്തത്. അതായത് സ്ഥാനാർത്ഥിയുടെ പിതാവിന്റെ പേര് കൂടിയും കൂട്ടിച്ചേർത്താണ് ഈ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയത്. ഇത് പക്ഷേ കെ സുധാകരൻ എന്ന പേരാണ് മുൻകാലങ്ങളിലെല്ലാം പതിവായി ഉപയോഗിച്ചു പോന്നിരുന്നത്. ഇത് പിതാവിന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തത് വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന വിമർശനമാണ് പ്രധാനമായും UDFന് ഉണ്ടായിരുന്നത്. പിന്നാലെ കെ സുധാകരൻ ഇത് സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌളുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേര് കെ സുധാകരൻ എന്ന് തന്നെ നിലനിർത്തും എന്ന ഉറപ്പ് സ്ഥാനാർത്ഥിക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണാധികാരിക്ക് നിർദ്ദേശം നൽകാം എന്ന ഉറപ്പ് നൽകി എന്നാണ് ഇപ്പോൾ UDF നേതൃത്വം അറിയിക്കുന്നത്. ഇതോടുകൂടി ആ ഉറപ്പ് ലഭിച്ചതോടുകൂടി ഇതിൽ തൃപ്തരാണ് എന്നാണ് ഇപ്പോൾ UDF ജില്ലാ മണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ പേര് തന്നെ നിലനിർത്തുവന്നതായിരുന്നു. നേരത്തെ ഈ 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ്, ആകെ 12 സ്ഥാനാർത്ഥികളാണ് പട്ടികയിൽ അന്തിമ പട്ടികയിലുള്ളത്. അതായത് പിന്മാറ്റം ഒക്കെ ശേഷം 12 പേരാണ് മത്സര രംഗത്ത് നിലനിന്നത്.